ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ഷാഹി പനീർ റെഡിയാക്കിയാലോ. എന്താ പറയുക, പനീർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ ചൂടായി അതിൽ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറിലൊന്ന് എന്താ പറയുക മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്കായ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ ഒരു 2 മീഡിയം സൈസ് ഉള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഉള്ളി കുറച്ച് വലിയ പീസായാലും സാരമില്ല, നമ്മളിതെല്ലാം ലാസ്റ്റ് അരച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പൊടി കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇടാം. എന്നിട്ട് തക്കാളിയെല്ലാം ഒന്ന് നന്നായി സോഫ്റ്റായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റണം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെ ഈ അരച്ചതെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റിലൊന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ നമ്മളിതാ പനീറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രോസൻ്റെ പനീറാണ് എടുത്തിട്ടുള്ള. അതും ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറിയ തീയിൽ വെക്കുക. അങ്ങനെ വീണ്ടും ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഉണ്ടല്ലോ, അതും കൂടി ഇടാം. അപ്പം തന്നെ നല്ലൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി കറിയാണിത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി എന്താ പറയുക ഒരു തിള കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതാ ഷാഹി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.